ഹായ് ഓൾ. നെക്സ്റ്റ് നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരു പോലെ തന്നെ ഒരു അത്യാവശ്യം പോയിന്റുകൾ പഠിക്കാനുള്ള ഒരു നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. അപ്പോൾ മന്നത്ത് പത്മനാഭനെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്നത് 1878 ജനുവരി 2 ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. അച്ഛൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരി, അമ്മയുടെ പേര് പാർവതി അമ്മ, ഭാര്യയുടെ പേര് തോട്ടക്കാട്ട് മാധവി അമ്മ എന്നാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇദ്ദേഹം ജനിച്ചത് 1878 ജനുവരി 2 ചങ്ങനാശ്ശേരിയിലെ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്നും അമ്മയുടെ പേര് പാർവതി അമ്മ എന്നാണ്. ഭാര്യയുടെ പേര് തോട്ടക്കാട്ട് മാധവി അമ്മ. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ, ഭാരതകേസരി, കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളിലാണ് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ്? ഭാരതകേസരി, കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നീ വിശേഷണങ്ങളിൽ ഇദ്ദേഹം അറിയപ്പെടുന്നു. ഇനി നമ്മൾ പറഞ്ഞു NSSൻ്റെ സ്ഥാപക നേതാവ് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ NSS രൂപം കൊള്ളുന്നതിന് മുമ്പ് വേറൊരു പേരിലാണ് അത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, 1914 ഒക്ടോബർ 31 ഇദ്ദേഹം നായർ വൃദ്ധജന സംഘം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഓർത്തിരിക്കണം. അപ്പോൾ NSSലേക്ക് വന്നിട്ടില്ല. 1914 ഒക്ടോബർ 31 ഇദ്ദേഹം നായർ വൃദ്ധജന സംഘം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞാണ്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞാണ് 1915 ജൂലൈ 11 നായർ വൃദ്ധജന സംഘം NSS എന്ന പേര് സ്വീകരിച്ചത്. ഓർത്തിരിക്കണം. അപ്പോൾ നായർ വൃദ്ധജന സംഘം 1914 ഒക്ടോബർ 31 രൂപം കൊടുത്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് 1915 ജൂലൈ 11 ഈ നായർ വൃദ്ധജന സംഘം എന്ന പേര് മാറ്റി പേര് സ്വീകരിച്ചത്? NSS എന്നുള്ള പേര് സ്വീകരിച്ചത്. ഓക്കെ. NSS, അതായത് നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള പേര് സ്വീകരിച്ചത്. ഇനി അപ്പോൾ അന്നും മന്നത്ത് തന്നെയായിരുന്നു, മന്നത്ത് പത്മനാഭൻ തന്നെയായിരുന്നു അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ NSSൻ്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ തന്നെയായിരുന്നു. ഇനി 1921 ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. ഓർത്തിരിക്കണം. 1921 ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹ കാലത്ത് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തിയ സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തതും ആര് തന്നെയായിരുന്നു? ഇദ്ദേഹമായിരുന്നു, മന്നത്ത് പത്മനാഭനായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹ കാലത്ത് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. ഓക്കെ. അപ്പോൾ എന്നാണ് അറിയണത്? 1924 ഒക്ടോബർ 1 ഓർത്തിരിക്കണം. എന്നാണ്? 1924 ഒക്ടോബർ 1. ഇനി സവർണജാഥ നടത്താൻ മന്നത്ത് പത്മനാഭനോട് നിർദ്ദേശിച്ചത് ആരായിരുന്നു? നമ്മുടെ ഗാന്ധിജിയായിരുന്നു. ഓക്കെ. സവർണജാഥ നടത്താൻ മന്നത്ത് പത്മനാഭനോട് നിർദ്ദേശിച്ചത് ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. അത് നോട്ട് ചെയ്തോളണം. ഓക്കെ. 1931 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹത്തെയാണ്. 1931 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹത്തെയാണ്. അതുപോലെ തന്നെ 1945 NSSൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓർത്തിരിക്കണം. NSS രൂപം കൊണ്ടപ്പോൾ ഇദ്ദേഹത്തെ പ്രസിഡൻ്റ് ആക്കിയില്ലായിരുന്നു. അന്ന് എന്തായിരുന്നു? സെക്രട്ടറി ആയിരുന്നു. ഓർത്തിരുന്നോളണം. ഓക്കെ. പക്ഷേ 1945 എന്ത് ചെയ്തത്? NSSൻ്റെ പ്രസിഡൻ്റായിട്ട് ആരെ തിരഞ്ഞെടുക്കപ്പെട്ടത്? മന്നത്ത് പത്മനാഭനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 1947 മന്നത്ത് പത്മനാഭൻ INCയിൽ അംഗത്വം നേടിയെന്നാണ് പറയുന്നത്. ഏത് വർഷമാണ്? 1947 എന്ത് ചെയ്തത്? മന്നത്ത് പത്മനാഭൻ INCയിൽ അംഗത്വം നേടിയത്. അപ്പോൾ ഓർത്തിരിക്കുക എളുപ്പമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഓർത്തിരിക്കുക. ഇനി അപ്പോൾ ഈ 1947 തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം. ഓക്കെ. അപ്പോൾ ചരിത്രത്തിലിടുന്ന 2 പ്രസംഗങ്ങളാണ്. ഒന്ന് മുതുകുളം പ്രസംഗം, അതുപോലെ തന്നെ കോഴഞ്ചേരി പ്രസംഗം. നിങ്ങളുണ്ടായിരിക്കും. കോഴഞ്ചേരി പ്രസംഗം ആരുടെയാണെന്നറിയാവോ? ഒരു PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. കോഴഞ്ചേരി പ്രസംഗം ആരുടെയാണ്? C കേശവൻ. ഓക്കെ. അപ്പോൾ 1947 തന്നെയായിരുന്നു മുതുകുളം പ്രസംഗം. ഓക്കെ. അത് ഇദ്ദേഹത്തിൻ്റെയാണ്, മന്നത്ത് പത്മനാഭൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ മാറിപ്പോകരുത്. കോഴഞ്ചേരി പ്രസംഗം ആരുടേതാണെന്ന് ഓർക്കണം? C കേശവൻ്റേതാണ്. 1949 ഇദ്ദേഹം എന്ത് ചെയ്തു? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി. ഏത് വർഷമാണ്? 1949 ഇദ്ദേഹം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1949 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായതാണ് ആര്? മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയായ തോട്ടക്കാട്ട് മാധവി അമ്മയാണ്. 1950 R ശങ്കറുമായി ചേർന്ന് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു. 1950 R ശങ്കറുമായി ചേർന്ന് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. മന്നത്ത് പത്മനാഭൻ
ആർ ശങ്കറിൻ്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടന എന്ന് ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? ഹിന്ദു മഹാമണ്ഡലമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്താണ് മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിൻ്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടന എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയേണ്ടത്? ഹിന്ദു മഹാമണ്ഡലമാണ്. 1959 ജൂൺ 12 EMS മന്ത്രിസഭയ്ക്കെതിരെ ആരംഭിച്ച വിമോചന സമരത്തെ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. ഈ വിമോചന സമരമാണ് ഒന്നാം മന്ത്രിസഭ താഴെ പോകാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത്. ഈ വിമോചന സമരത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അതുപോലെ 1959 ഓഗസ്റ്റ് 9 ശ്രദ്ധിക്കണം, 1959 ഓഗസ്റ്റ് 9 അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് മന്നത്ത് പത്മനാഭന് ഭാരത കേസരി പട്ടം നൽകിയത്. 1966 എന്ത് ചെയ്തത്? മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത്. ഏത് വർഷമാണ്? 1966 മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേ ഒരു നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേ ഒരു നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. അതായത് ഒരു എക്സാം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ അവർണർക്ക് വിരുന്നൊരുക്കി മാതൃക കാട്ടിയ നവോത്ഥാന നായകൻ. സ്വന്തം വീട്ടിൽ അവർണർക്ക് വിരുന്നൊരുക്കി മാതൃക കാട്ടിയ നവോത്ഥാന നായകൻ. കരയുന്നവന് ജീവിക്കാനുള്ള ലോകമല്ലിത്. പൗരുഷത്തോടുകൂടി കാര്യം പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ളൂ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു വാക്യമാണ്. മന്നത്ത് പത്മനാഭൻ്റെ പ്രശസ്തമായൊരു വാക്യമാണ്. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ട് പറയുന്നത് ഏതാണ്? എൻ്റെ ജീവിത സ്മരണകളാണ്. ഓർത്തിരിക്കണം. ഓക്കെ, എന്താണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയായിട്ട് പറയുന്നത്? എന്താണ്? എൻ്റെ ജീവിത സ്മരണകളാണ്. 1970 ഫെബ്രുവരി 25 ഇദ്ദേഹം അന്തരിച്ചത്. എന്നാണ് മന്നത്ത് പത്മനാഭൻ അന്തരിച്ചത്? 1970 ഫെബ്രുവരി 25. ഓക്കെ, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്നാണ്? 1989 ജനുവരി 2. ഓക്കെ, മന്നത്ത് പത്മനാഭനോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്നാണ്? 1989 ജനുവരി 2. അപ്പോൾ നമ്മൾ പറഞ്ഞു 1915 എന്താണ് നായർ ബുദ്ധജന സംഘം എന്ന പേര് മാറ്റി NSS എന്നാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയട്ടെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NSS. ഓർത്തിരിക്കണം. എന്താണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എന്ന് പറയുന്നത് NSS എന്ന് പറയുന്നത്. അപ്പോൾ NSSൻ്റെ ആസ്ഥാനം എവിടെയാണെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തന്നെ. എവിടെയാണ്? കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. ഓക്കെ, അദ്ദേഹം ജനിച്ച സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ NSSൻ്റെ ആസ്ഥാനവും. എവിടെയാണ്? ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ നമ്മൾ പറഞ്ഞു NSSൻ്റെ ആദ്യ സെക്രട്ടറി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ആരാ? മന്നത്ത് പത്മനാഭൻ. എന്നാൽ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് പറഞ്ഞില്ലായിരുന്നു. NSS 15 രൂപം കൊണ്ടപ്പോൾ അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരായിരുന്നു? K. കേളപ്പനായിരുന്നു. ഓർത്തിരിക്കണം. ആരായിരുന്നു? K. കേളപ്പൻ. അന്നത്തെ സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. NSSൻ്റെ ആദ്യ ട്രഷറർ എന്ന് പറയുന്നത് പനങ്ങോട്ട് കേശവ പണിക്കരാണ്. ഓക്കെ, ആദ്യ ട്രഷറർ ആരാണ്? പനങ്ങോട്ട് കേശവ പണിക്കരാണ്. NSS എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? പരമുപിള്ളയാണ്. ഓക്കെ, NSS എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? പരമുപിള്ളയാണ്. ഇനി NSSൻ്റെ മുഖപത്രമാണേത്? സർവീസ്. നോട്ട് ചെയ്യണം. NSSൻ്റെ മുഖപത്രമാണ് സർവീസ്. ഏത് വർഷമാണ്? 1919. ഇനി NSSൻ്റെ മുഖപത്രമാണ് സർവീസ് നമ്മൾ പറഞ്ഞു. ഈ സർവീസ് എന്ന മുഖപത്രം ആരംഭിച്ച സ്ഥലമാണ് കറുകച്ചാൽ. ഓക്കെ, അതും കോട്ടയം ജില്ല തന്നെയാണ്. സർവീസ് എന്ന് പറയുന്ന മുഖപത്രം ആരംഭിച്ച സ്ഥലമാണേത്? കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത്. NSSൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലവും ഏത് തന്നെയാണ്? കറുകച്ചാലാണ്. NSSൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം ഏത് തന്നെയാണ്? കറുകച്ചാലാണ്. കറുകച്ചാൽ സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ആരായിരുന്നു? K. കേളപ്പനായിരുന്നു. കറുകച്ചാൽ സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? K. കേളപ്പനായിരുന്നു. NSSൻ്റെ ആദ്യ കോളേജ് എന്ന് പറയുന്നത് ഏതാണ്? ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജാണ്. ഏത് വർഷമാണെന്നറിയാവോ? 1947. NSSൻ്റെ ഹോസ്പിറ്റൽ സ്ഥാപിതമായത് NSSൻ്റെ ആദ്യ ഹോസ്പിറ്റൽ സ്ഥാപിതമായത് പന്തളത്താണ്. പന്തളം. ഏത് വർഷമാണ്? 1961. അങ്ങനെയാണെങ്കിൽ NSSൻ്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് പത്തനംതിട്ട ജില്ലയിലാണ്. ഏത് സ്ഥലത്തെന്നറിയാവോ? തട്ടയിൽ. ഓക്കെ, ഏത് വർഷമാണ്? 1929. ഓർത്തിരിക്കണം. NSSൻ്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് 1929 തട്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. പത്തനംതിട്ട ജില്ലയിലെ തട്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇനി അതുപോലെ തന്നെ NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏത്? NDP. ഓർത്തിരിക്കണം. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏത്? NDP. NDPയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ്. NSSൻ്റെ മറ്റു പേരുകൾ ഏതൊക്കെ പേരിൽ അറിയപ്പെടാറുണ്ട്? മലയാളി സഭ കേരളീയ നായർ സംഘടന. ഓക്കെ, NSSൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? മലയാളി സഭ കേരളീയ നായർ സംഘടന. അതുപോലെ തന്നെ NSSൻ്റെ ഉൽപ്പന്ന പിരിവിന്
വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടേക്കുന്ന പ്രാർത്ഥനയാണത് അല്ലേ. വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് എന്ന് പറയുന്നത് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഈ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ള പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആരാണ്? പന്തളം KP രാമൻപിള്ളയാണ്. ആരാണ്? പന്തളം KP രാമൻപിള്ള. നമ്മൾ പറഞ്ഞു ഇപ്പോൾ NSSൻ്റെ ഹോസ്പിറ്റൽ, സ്കൂൾ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ NSSൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? സമുദായത്തിൽ നിലനിന്നിരുന്ന തിരണ്ടുകുളി, താലികെട്ട് കല്യാണം, കൂട്ടുകുടുംബ സമ്പ്രദായം എന്നിവ അവസാനിപ്പിക്കുക എന്നായിരുന്നു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ NSSൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സമുദായത്തിൽ നിലനിന്നിരുന്ന തിരണ്ടുകുളി, താലികെട്ട് കല്യാണം, അതുപോലെ കൂട്ടുകുടുംബ സമ്പ്രദായം എന്നിവ അവസാനിപ്പിക്കുകയായിരുന്നു ഇത് ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്നുള്ളത് മന്നത്ത് പത്മനാഭൻ്റെ വാക്കുകളാണ്. ഇതിനു മുമ്പ് ഒരു PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ്. ആരുടെ വാക്കുകളാണ്? ആരുടെയാണ്? മന്നത്ത് പത്മനാഭൻ. അത് വളരെ സിമ്പിളാണ് അല്ലേ. നായർ സർവീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതാണ്? മന്നത്ത് പത്മനാഭൻ എന്ന് മനസ്സിലേക്ക് ഓടി വന്നോളണം. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണെന്ന് പറഞ്ഞായിരുന്നു. ഇനി കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. നോട്ട് ചെയ്തോളണം. ഓക്കെ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. അപ്പോൾ അടുത്ത നവോത്ഥാന നായകൻ്റെ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.